പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ പനയമ്പാടത്ത് വീണ്ടും വാഹനാപകടത്തിൽ ഒരു മരണം. ലോറി ഡ്രൈവറായ ഇടുക്കി കഞ്ഞിക്കുഴി സ്വദേശി സുബീഷാണ് മരിച്ചത്. മാസങ്ങൾക്ക് മുൻപ് പ്രദേശത്ത് ലോറി മറിഞ്ഞ് 4 വിദ്യാർത്ഥിനികൾ മരിച്ചിരുന്നു. ഇക്ബാൽ അറയ്ക്കൽ നൽകും വിവരങ്ങൾ. ഇക്ബാൽ, ആ 4 വിദ്യാർത്ഥിനികളുടെ മരണം നമ്മൾ മറക്കില്ല. ഇതിപ്പോൾ ആ പ്രദേശത്ത് തന്നെയാണോ ഇപ്പോൾ ഈ ഡ്രൈവർ മരിച്ചിരിക്കുന്നത്? രോഷിനി, ഈ പനയമ്പാടം ദുബായ് കുന്നിൽ വെച്ചാണ് ഇന്ന് പുലർച്ചെ 1:30 മണിയോടുകൂടി ഈ അപകടം ഉണ്ടാവുന്നത്. കോഴിക്കോട് ഭാഗത്ത് നിന്നും തമിഴ്നാട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന ലോറിയാണ് നിയന്ത്രണം നഷ്ടപ്പെട്ട് മറിഞ്ഞത്. ഈ ലോറിയുടെ ഡ്രൈവർ ഏറെ നേരം ഈ ലോറിയുടെ അടിയിൽ തന്നെ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. ഇടുക്കി കഞ്ഞിക്കുഴി സ്വദേശിയായിട്ടുള്ള സുബീഷ് ആയിരുന്നു വാഹനം ഓടിച്ചിരുന്നത്. പിന്നീട് ഇയാളെ പുറത്തേക്ക് എടുത്ത നാട്ടുകാരുടെ നേതൃത്വത്തിൽ സമീപത്തുള്ള തച്ചമ്പാറയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും മരണപ്പെടുകയായിരുന്നു. നിലവിൽ സുബീഷിന്റെ മൃതദേഹമുള്ളത് പാലക്കാട് ജില്ലാ ആശുപത്രി മോർച്ചറിയിലാണ് ഉള്ളത്. കോഴിക്കോട് നിന്നും ഈ കോയമ്പത്തൂർ അല്ലെങ്കിൽ തമിഴ്നാട് മേഖലയിലേക്കായിരുന്നു സുബീഷ് ഈ വാഹനവുമായി വന്നിരുന്നത്. വാഹനത്തിൽ ലോഡുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നിയന്ത്രണം നഷ്ടപ്പെട്ടതായിരിക്കാം എന്നാണ് പോലീസും അതുപോലെ തന്നെ മറ്റു ഉദ്യോഗസ്ഥരും കരുതുന്നത്. മാത്രമല്ല, ഡ്രൈവർ ഉറങ്ങിപ്പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ട് എന്ന്, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു സാഹചര്യമാണ് ഈ അപകടത്തിലേക്ക് നയിച്ചതെന്ന രീതിയിലുള്ള സംശയവും പോലീസിനുണ്ട്. ഏതായാലും വിശദമായിട്ടുള്ള പരിശോധന ഏതായാലും RTOന്റെ ഉൾപ്പെടെ നേതൃത്വത്തിൽ നടക്കുമെന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. രോഷിനി നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ മാസങ്ങൾക്ക് മുമ്പ് ലോറി മറിഞ്ഞ് ആ ലോറിക്ക് അടിയിൽപ്പെട്ട് 4 വിദ്യാർത്ഥിനികൾ മരിച്ച പനയമ്പാടത്തിന് തൊട്ട് സമീപത്ത് തന്നെയാണ് ഈ അപകടവും സംഭവിച്ചിട്ടുള്ളത്. ഏതായാലും ഇന്ന് പുലർച്ചയോടുകൂടി ആദ്യം ഈ അപകടം സംഭവിക്കുന്നു. നാട്ടുകാരാണ് ഈ അപകട വിവരം ആദ്യം തിരിച്ചറിയുന്നത്. ഉടൻ തന്നെ പോലീസിലും ഫയർഫോഴ്സിലും വിവരം അറിയിക്കുകയായിരുന്നു. ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. പിന്നീട് മേഖലയിലേക്ക് ഫയർഫോഴ്സ് ഉൾപ്പെടെ എത്തി ഈ അപകടത്തിൽപ്പെട്ട ലോറി മാറ്റിയതിനു ശേഷമാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. ഈ അപകടത്തിൽപ്പെട്ട ലോറിയുടെ ടയറുകളും അതുപോലെ തന്നെ ക്യാബിനും വേർപെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ നിയന്ത്രണം നഷ്ടപ്പെട്ടതായിരിക്കാം ഈ അപകടത്തിലേക്ക് നയിച്ചതെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. മാത്രമല്ല, മഴയുണ്ടായിരുന്നു. ആ മഴയുള്ളത് കൊണ്ട് തന്നെ നേരത്തെ ഈ റോഡിന് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് പറഞ്ഞിരുന്നത് റോഡിന്റെ പ്രതലമായിരുന്നു. മഴ പെയ്താൽ റോഡിന്റെ പ്രതലം മിനുസമുള്ളതായി മാറും. ഇന്നലെ മുതൽ പെയ്തിരുന്ന മഴയിൽ ഇത്തരത്തിൽ എന്തെങ്കിലും പ്രശ്നം പറ്റിയതാണോ എന്നുൾപ്പെടെ അധികൃതർ പരിശോധിക്കുന്നുണ്ട്. നേരത്തെ പ്രതലം ശരിയാക്കാൻ വേണ്ടി പ്രതലത്തിനെ പരിക്കം പ്രതലമാക്കുന്ന രീതിയിലുള്ള നടപടികളും അതുപോലെ തന്നെ വേഗത നിയന്ത്രിക്കാനുള്ള നടപടികളും ഈ മേഖലയിൽ മോട്ടോർ വാഹന വകുപ്പും പോലീസും ചേർന്ന് ഒരുക്കിയിരുന്നു. ഏതായാലും നിയന്ത്രണം നഷ്ടപ്പെട്ടാണ് ഇത്തരത്തിൽ അപകടം സംഭവിച്ചതാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥരുടെ പ്രാഥമിക നിഗമനം. ഏതായാലും കൂടുതൽ പരിശോധനകൾക്ക് ശേഷം മാത്രമേ എന്താണ് യഥാർത്ഥത്തിൽ അപകടത്തിലേക്ക് നയിച്ചത് എന്ന കാര്യം വ്യക്തമാവുള്ളൂ എന്നാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ളത്. ഇടുക്കി കഞ്ഞിക്കുഴി സ്വദേശിയായിട്ടുള്ള സുബീഷ് KK ആണ് ഇപ്പോൾ ഇന്ന് പുലർച്ചെ ഉണ്ടായ അപകടത്തിൽ പനയമ്പാടത്ത് വെച്ച് മരിച്ചിട്ടുള്ളത്. രോഷിനി.